ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുധീഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുലശിഷ്യ സഞ്ജയപൂർണം, സർവത്തു ഗുണഗണ സമ്പന്നമനുപമം, സർവകാലാനന്ദദാനോദയമത്യത്ഭുതം, സർവപാദബലദാഗുൽമ സങ്കുലസ്ഥലം, സർവസൽപക്ഷിമൃഗഭുജംഗനിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി, സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു, സംപൂജിച്ചരുളിനാൻ അർഘ്യവാദ്യാദികളാൽ. ഭക്തി പൂണ്ട സൃജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ നൽകുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യമന്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാലൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. തൊൽഭക്തഭൃത്യഭൃത്യനായിടേണം ഞാൻ, തൊൽപാദാംബുജം നിത്യമുൾക്കാമ്പിരുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബന്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവഴി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാനിധ്യാന്ധ്ര ബുൽഗപിണ്ഡമാകും ഗാത്രമൂർത്തോളം അതികൽസ്മല അതിങ്കരുള്ളാസ്തയാ മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും, തന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപഫലദാന തൽപരൻ ഭവാൻ, ദേവപാദപങ്ങളെ പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ, പാരുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞു ഉപാസിപ്പു ഞാൻ ദയാനിധി. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൽ. ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും, സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമാവോ ആഗോചരമായോരു ഭവദ്രൂപം. ത്വന്മായ വിഡംബനരചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭഗംഗമനീയം. കാരുണ്യപൂർണനേത്രം കാർമുഖബാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനീരതകളേബരം. കോമളമതിശാന്തമനന്ത ഗുണം അഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം.
പ്രത്യക്ഷമദ്യ മമ നേത്ര ഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാനാമം ഉച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്നിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും പൂണ്ടുരാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരവേഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേത സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സൽഭക്തി സ്ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിലുള്ള സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടോരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയും ഉണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും വസ്തുതേ ഭദ്രമതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടപ്പോ നടുത്ത നാൾ. വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്താനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും വന്നം നടന്നു മധ്യാനേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ. ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഗജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അഗസ്ത്യ സന്ദർശനം. പാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാഗാനമാർഗേ നടകൊണ്ടിരുമന്ന വന്നം. സർവത്തും ഫലകുസുമാഢ്യപാദവലദാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതം. അനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ. സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യം ഓരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു സുപദേശേ. വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടേണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രാസാദമിത്യുക്താ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ. നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്ത സഞ്ജയവൃതം. രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമതമഗസ്ത്യം ആത്മാരാമം മുനീശ്വരം. ആരൂഢ വിനയം കൊണ്ട് അനതവക്രത്തോടുമാറാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും
നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദേ. നിൻ തൃക്കഴലിന കണ്ടു മന്നിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ മുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാനെത്ര നാളുണ്ടു കാൺമാൻ, പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്താ സരവസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം വാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രമേ ദൃഷ്ട്യാ ചിരമദ്വൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥീബലാൽ മമ ഭാഗ്യപൂർണത്തേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവന്നേത്രജീലാലകുലനായ താപസവരൻ ഏകേനകരേണ സംഗൃഹ്യ രോമാഞ്ചാനിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം. സാശ്രമം ജഗാമഹൃഷ്ടാത്മനാം മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർക്യാസനമതുവർക്കമുഖ്യങ്ങളുമാവാദ്യ സംപൂജ സുഖമായുപവിഷ്ടം നാദം. വന്യഭോജങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിടിനാൻ. ഹരേ നാരായണം. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പാരാപകാകരണം ചെയ്തിടുവാനെന്നു തന്നെ സാരസാസന സകലേശ്വരാദയാനിതേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ഹരേ രാമ. ലോകസൃഷ്ടിക്കു മുന്നമേഘനായ അനന്തനായ ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാനയാകിയ മായ തന്നെ നിന്നുണ്ടായി വന്ന മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിരുന്നു.
സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യത്തിര്യഗോനിജാതികൾ ബഹുസ്ഥാവര ജംഗം മൗഹപൂർണയാ പൂർണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്ര സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യനേകനവ്യേനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ തൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊൽവൂ നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യദാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമാം കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുമെന്തരാവതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽക്കഥാശ്രവണേ ത്വൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും
രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാത്തം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ചമ്പാരി തന്നാൻ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂടീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടേണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മധ്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ഞമച്ചതിൻ സീതയാ വസിക്ക പോയി. ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനുജ നൽകി മുനി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.